എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മണി ടോക്കിൽ ക്രെഡിറ്റ് കാർഡുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ധാരാളം ആളുകൾ പറഞ്ഞു കേൾക്കുന്നൊരു പരാതിയാണ്, ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കടക്കെണിയിലായെന്ന്. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, പല ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു ക്രെഡിറ്റ് കാർഡല്ല, പല തരത്തിലുള്ള പല രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ, പല ലിമിറ്റിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഇന്ന് നമുക്ക് ബാങ്കിങ് മേഖലയിൽ ലഭ്യമാണ്. അപ്പം ചില ക്രെഡിറ്റ് കാർഡുകൾക്ക് ആനുവൽ ഫീസ് ഈടാക്കുന്നുണ്ട്. അതും ഓരോ പ്ലാനുകൾ അനുസരിച്ചാണ് ആനുവൽ ഫീസ് വരിക. ചിലതിന് കൂടുതൽ ഫീസ് ഉണ്ടാകാം, ചിലതിന് കുറവായിരിക്കാം, മറ്റു ചിലതിന് ആനുവൽ ഫീസ് ഉണ്ടാവുകയില്ല. അത് നമ്മൾ എടുക്കുന്ന ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിച്ചാണ്. ചില ക്രെഡിറ്റ് കാർഡുകളിൽ റിവാർഡ് പോയിൻറ്റുകൾ ധാരാളമായി ഉണ്ടാകും, അതുപോലെ പല ഓഫറുകൾ ഉണ്ടാകും. അതിനൊക്കെ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ കാർഡിൻ്റെ ഉപയോഗം അനുസരിച്ചിട്ടാണ് നമുക്ക് പലപ്പോഴും ആനുവൽ ഫീസ് ഈടാക്കുന്നത്. ആനുവൽ ഫീസ് ഇല്ലാത്ത കാർഡുകളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് വേണം നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട്. ആനുവൽ ഫീസ് എത്രയാണ്, ഇതിന് എത്ര വരെ നമുക്ക് ട്രാൻസാക്ഷൻസ് കിട്ടും, ഇതിൻ്റെ ലിമിറ്റ് എന്താണ്, ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ കണക്കാക്കിയിട്ട് വേണം ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട്. ഇനി നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തതിന് ശേഷം അതിൻ്റെ ലിമിറ്റ് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് ഒരു മാസം വരുമാനം എത്ര നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കണക്ക് കൂട്ടി വയ്ക്കുക. നിങ്ങൾക്കിപ്പം ഒരു 30,000 രൂപ നിങ്ങൾക്ക് മാസ വരുമാനമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു 20,000 രൂപയ്ക്ക് അടുത്ത് മാത്രമേ ക്രെഡിറ്റ് കാർഡിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ പാടുള്ളൂ. ഇനി അതല്ല, അതിൽ കൂടുതൽ നടത്തണം അതുപോലെ സാഹചര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനത്തിന് മുകളിൽ ഒരു കാരണവശാലും നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നിങ്ങൾ ട്രാൻസാക്ഷൻസ് നടത്താൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ തന്നിരിക്കുന്ന ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എമൗണ്ട് മുഴുവൻ അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു വലിയ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ എടുത്തിരിക്കുന്ന തുകയ്ക്ക് മേളിൽ വരും. നിങ്ങൾ 30,000 രൂപയ്ക്ക് മേളിൽ, ഉദാഹരണത്തിന് 30,000 രൂപയ്ക്ക് മേളിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ ട്രാൻസാക്ഷൻസ് നടത്തി ഒരു മാസത്തെ വരുമാനം 30,000 രൂപയാണ് നിങ്ങൾക്ക് മറ്റ് ചിലവുകളുണ്ട്, അവയെല്ലാം നോക്കണം. അതെല്ലാം ഈ വരുമാനത്തിൽ നിന്നാണ്. അവയുടെ എല്ലാം ആവശ്യം കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന് ബില്ലടയ്ക്കാനായിട്ട് നിങ്ങൾ എമൗണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണത്തില്ല. അങ്ങനെ വന്നു കഴിയുമ്പം നിങ്ങൾ മിച്ചമുള്ള ഒരു ഡ്യൂ എമൗണ്ട് നിങ്ങൾ അടയ്ക്കും. ബാക്കിയുള്ള തുകയ്ക്ക് ഓരോ ദിവസവും അവിടെ പലിശ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് പല ആളുകളും ക്രെഡിറ്റ് കാർഡ് എന്ന കടക്കെണിയിൽ വീഴുന്നത്. നമ്മുടെ വരുമാനം എത്രയാണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് മാത്രമേ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. രണ്ടാമത്, നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇത് നമുക്ക് വാങ്ങിക്കേണ്ട സാധനമാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ക്രെഡിറ്റ് കാർഡുള്ള ആളുകൾ മിക്കവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ധാരാളം സാധനങ്ങൾ ആവശ്യമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും വാങ്ങിക്കുന്നത്. ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്നു, വാങ്ങിക്കുന്നു, നോക്കുന്നില്ല. ഇത് 45 ദിവസം സാധാരണയായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡിന് 45 ദിവസത്തെ ക്രെഡിറ്റ് പീരീഡാണ് നമുക്ക് ബാങ്കുകൾ തരുന്നത്. ആ 45 ദിവസത്തിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ബാധകമാകുന്നില്ല, നമ്മൾ എടുത്ത തുക മാത്രം അടച്ചാൽ മതി. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇവ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വരും മാസങ്ങളിൽ നമുക്ക് ഈ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ട് 3 മാസം, 6 മാസം, 12 മാസം കാലയളവിൽ നമുക്ക് അടയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ എപ്പോഴും വരുമാനത്തിനെ ആശ്രയിച്ചിട്ടാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം നിശ്ചയിക്കേണ്ടത്. നമുക്ക് അടയ്ക്കാൻ കഴിയുന്ന ഒരു തുക മാത്രമേ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് നമ്മൾ കൃത്യമായിട്ട് പേയ്മെൻറ്റുകൾ അടച്ചു പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സിവിൽ സ്കോർ നമുക്ക് നേടാനായിട്ട് സാധിക്കും. അതുവഴി ബാങ്കിൽ നിന്നും ഒക്കെ നമുക്ക് ലോണ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് മുടങ്ങിയെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സിവിൽ സ്കോറിനെയും ബാധിക്കും. അത് നിങ്ങൾക്ക് ഭാവിയിൽ ലോണ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കുമ്പം അത് പ്രതികൂലമായിട്ടാണ് നിങ്ങളെ ബാധിക്കുക.
രണ്ടാമത്, ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ബാങ്കുകൾ ഒഴിവാക്കി തരുന്ന ഒരു പ്രവണത ഇല്ല. അത് പലിശയും പലിശയ്ക്ക് മേൽ പലിശയുമായിട്ട് ഒരു വലിയ ബാധ്യതയായിട്ട് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു അത്യാവശ്യ സാഹചര്യം വന്നു, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, മറ്റാരുടെയും മുന്നിൽ പോയിട്ട് നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടേണ്ടി വരുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് നടത്താം. അത് 45 ദിവസം വരെ സാധാരണയായിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നുള്ള ബില്ല് അടയ്ക്കാൻ സാവകാശം നിങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട്. അപ്പം അത് പലിശയില്ലാതെ യാതൊരു ഈടുമില്ലാതെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമുക്ക് ഏറ്റവും അത്യാവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ഇത് ഉപകാരപ്പെടും. രണ്ടാമത്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഈ കാർഡിൽ പലതരത്തിലുള്ള ഓഫറുകളുണ്ട്, റിവാർഡ് പോയിൻറ്റുകളുണ്ട്. ഇവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ സർവീസുകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. വ്യത്യസ്ത തരത്തിലുള്ള ഓഫറുകളുണ്ടാവും. അത് കാർഡ് ഏത് ടൈപ്പിലുള്ള കാർഡുകളാണ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണ്, അതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഓഫറുകൾ നിലകൊള്ളുന്നത്. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.